സേവ് ചെയ്ത് വെച്ചോ. ഗെറ്റ് പൊളിയാണ് ഗൈസ്. അതായത് നമ്മൾ വിചാരിച്ച അർത്ഥങ്ങളൊന്നും അല്ല ഗെറ്റിനുള്ളത്. ഗെറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചില അർത്ഥങ്ങളെല്ലാം കണ്ടാൽ നമ്മൾ തന്നെ ഷോക്കായി പോകും. അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ശരിക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പൊ ഗെറ്റിന് ലഭിക്കുക, കിട്ടുക എന്നൊരു അർത്ഥമാണ് നമുക്കറിയുന്നത് അല്ലെ. അതിന് പുറമെ ഗെറ്റിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലഭിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോ ഡിഡ് യു ഗെറ്റ് മൈ ഇമെയിൽ, നിനക്ക് എന്റെ ഇമെയിൽ കിട്ടിയോ ലഭിച്ചോ, അവിടെ ഗെറ്റിന് ലഭിക്കുക, കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഗെറ്റിന് മനസ്സിലാവുക എന്നൊരു അർത്ഥമുണ്ട്. അതായത് ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്, അല്ലെങ്കിൽ ഡിഡ് യു ഗെറ്റ് മീ, ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് ദ ജോക്ക്, എനിക്ക് ആ തമാശ മനസ്സിലായില്ല എന്നൊക്കെ പറയില്ലേ, ഐ ഡിഡ്ന്റ് ഗെറ്റ്. ഓക്കെ, അപ്പൊ ഗെറ്റിന് അങ്ങനെ അർത്ഥമുണ്ട്. പിന്നെ എത്തുക എന്നർത്ഥം, ഇപ്പോ റീച്ച് എന്നർത്ഥത്തിൽ, അതായത് ഐ യൂഷ്വലി ഗെറ്റ് ഹോം ബൈ 8, ഞാൻ സാധാരണ വീട്ടിൽ 8 മണിക്കാണ് എത്താറ്, മനസ്സിലായോ. പിന്നെ ബ്രിങ്, ഫെച്ച് എന്ന അർത്ഥത്തിൽ, അതായത് കൊണ്ടുവരിക എന്ന അർത്ഥത്തിൽ. ഇപ്പൊ ക്യാൻ യു ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരുമോ, ക്ലിയർ. അതുപോലെ തന്നെ ആയിത്തീരുക എന്നർത്ഥത്തിൽ, ഇപ്പോ അവൻ ദേഷ്യപ്പെടുന്നവനായിത്തീരും, അതായത് ഹി വിൽ ഗെറ്റ് ആംഗ്രി ഇഫ് യു ഡോണ്ട് കോൾ ഹിം, അവനെ നീ വിളിച്ചില്ലെങ്കിൽ അവന് ദേഷ്യം വരും, കണ്ടോ. അടുത്തത് ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്ന അർത്ഥത്തിൽ. ഇപ്പോ എനിക്ക് ഗ്രോസറീസ് കുറച്ച് വാങ്ങണം, ഐ നീഡ് ടു ബൈ എന്നതിന് പകരം ഐ നീഡ് ടു ഗെറ്റ് സം ഗ്രോസറീസ് ഫ്രം ദ സ്റ്റോർ, മനസ്സിലായോ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണോ, ഞങ്ങൾക്ക് ഒരു 2 മാസം സമയത്താ, നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഓൺലൈനായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കും. നല്ല റിസൾട്ട് കിട്ടും, വളരെ ചെറിയ ഫീ ആണ്. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുകളിൽ പോവാ, ബൈ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ആർക്കും പഠിക്കാം, നല്ല റിസൾട്ട് ആണ്.